ചെണ്ടുമല്ലി പൂവാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതിരുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ പൂക്കൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇവിടെ തന്നെ പൂ ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തമിഴ്നാട്ടില് ഈ തൈ എവിടെ കിട്ടുമെന്നുള്ളതിനെ പറ്റി പഠിച്ച് ആ സ്ഥലത്ത് പോയി ആവശ്യമുള്ള തൈ കൊണ്ടുവരികയും തൈ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഇത് വിതരണം ചെയ്യുകയും അതെല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും ചെയ്തു. ഇതിന്റെ കൃഷി രീതി എന്ന് പറയുന്നത് തൈ നമ്മളൊരു 25 ദിവസം പ്രായമുള്ള തൈയാണ് ഈ വരുന്നത്. ആ തൈ വരുന്നത് 25 ദിവസം പ്രായമായ തൈ വരുന്നത് നമ്മൾ ആദ്യം ചാണകപ്പൊടി, ശകലം വേപ്പം പിണ്ണാക്ക്, സ്വല്പം എല്ലുപൊടി ഇട്ടിട്ട് ഈ തടത്തിൽ നമ്മൾ നടുകയാണ്. നട്ട് വെള്ളം ഒരു കാരണവശാലും ഇതിന് കുറയാൻ പാടില്ല. അങ്ങനെ വെള്ളം വളവും നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ 55-60 ദിവസത്തിനകം ഇതിന് പൂവായി കിട്ടും. ആ പൂ വന്നാൽ ഉടനെ ഇത് പറിക്കാൻ പാടില്ല. ഇതിന്റെ ഇതൾ മുഴുവൻ വിരിഞ്ഞു തീരണം. വിരിഞ്ഞു തീരുമ്പോൾ ഏതാണ്ട് ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ചുറ്റളവ് വലിപ്പമുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പൂ ആയിരിക്കും. അതായി ഇതിൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ അതേപോലെ നല്ല രീതിയിൽ വളവും വെള്ളവും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ പൂ നമുക്കിവിടെ പൂവെന്നല്ല എല്ലാ പച്ചക്കറി സാധനങ്ങൾ വരെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഞാൻ കൊടുത്തു. കഴിഞ്ഞ വർഷം 15,000 തൈയാണ് തമിഴ്നാട്ടിൽ പോയി കൊണ്ടുവന്നതും പിന്നെ ഇവിടെ കൃഷിഭവൻ മുഖേന ഇവിടെ വിതരണം ചെയ്തതും. ആ തൈ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഇത് നടാനുള്ള സ്ഥലം ആദ്യം നമ്മൾ വൃത്തിയാക്കി കുമ്മായം വിതറിയ 1 സെന്റിന് 1/2 കിലോ വീതം കുമ്മായം നമ്മൾ വിതറി അതിൻ്റെ പുറത്ത് ഡോളോമാറ്റ് ഇട്ടിട്ട് അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് ചെറിയ തടം 2 അടി അകലമുള്ള ഓരോ ചെറിയ കുഴികൾ എടുത്തിട്ട് ആ കുഴിയിൽ നമ്മൾ ഓരോ തൈ വയ്ക്കുകയും ആ തൈ വയ്ക്കുന്നതോടൊപ്പം ശകലം ചാണകപ്പൊടി, സ്വല്പം വേപ്പം പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കുറച്ച് മതി, വളരെ കുറച്ച് വീതം മതി. അത് വിതറി ഇതിന്റെ ചുവട്ടിലേക്ക് മണ്ണടിപ്പിച്ച് കൊടുക്കണം. മണ്ണടിപ്പിച്ച് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് തണ്ടിൽ നിന്ന് വേര് കീപ്പോട്ടിറങ്ങാൻ തുടങ്ങും. ഈ തണ്ടിൽ നിന്ന് വേര് കീപ്പോട്ടിറങ്ങാൻ തുടങ്ങുന്ന അനുസരിച്ച് നമ്മൾ വീണ്ടും മണ്ണ് ചെറുതായിട്ട് അടുപ്പിച്ചു കൊടുക്കണം മൂട്ടിലേക്ക്. ആ മൂട്ടിലേക്ക് മണ്ണ് അടുപ്പിച്ചു കൊടുക്കും തോറും ഇവൻ ഭംഗിയായിട്ട് വളരുകയും അങ്ങനെ ഒരു 45-50 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് മുട്ടിടാൻ തുടങ്ങുമ്പോഴും നമ്മൾ വീണ്ടും അതേപോലെ സ്വപ്പം പച്ച ചാണകം കലക്കി ഇതിന്റെ മൂട്ടിൽ ഒഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. മറ്റ് രാസപ്രയോഗങ്ങളൊന്നും തന്നെ വേണ്ട. ഒരു രാസവളവും ഇതിനാവശ്യമില്ല. ചാണകവും എല്ലുപൊടിയും മാത്രം മതി. പിന്നെ വേപ്പം പിണ്ണാക്കും, അല്ലാതെ കണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല. ഏറ്റവും നല്ല ഒരു കൃഷിയാണ് ഈ പൂക്കൃഷി. ഞാൻ 3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഏതാണ്ട് 10-30,000 രൂപയുടെ അടുത്തുള്ള പൂ എനിക്ക് വിൽക്കാൻ പറ്റി. ഞാൻ ഏതാണ്ട് 300 പരം മൂടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ടത്. ഈ വർഷവും ഞാൻ അതേപോലെ നട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പൂക്കളാണ്, നല്ല പൂക്കൾ. ഈ പൂക്കള് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാണ് പൂ. കണ്ടോ നോക്കുന്നു. ചെറിയ തൈയാണെങ്കിൽ ആ പൂവിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ഉള്ള ഈ രോഗപ്രതിരോധം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഇതിന് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് നമ്മൾ സീഡോമോണസ് ഒരു 15 നാൾ ഇടവിട്ട് ഒരു സ്വല്പം ഒന്ന് കലക്കി എല്ലാ ചെടികളിലും ഒന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാതെ കണ്ട് മറ്റു വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സസ്യമല്ല. എല്ലാവർക്കും എല്ലാ വീട്ടിലും ഒരു 10-25-50 മൂട് നല്ല ഭംഗിയായിട്ട് നട്ട് വളർത്തി. ഒന്ന് വിൽപ്പനയല്ലെങ്കിൽ തന്നെ ഇത് കാണാൻ തന്നെ എത്ര മനോഹരമാണ്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇത്രയും പൂക്കൾ നിന്നാൽ നമുക്ക് എത്രയോ ഇതാണ്, മനസ്സിന് തന്നെ എന്ത് സന്തോഷമായത് കാണാൻ. എല്ലാ സൈസും വെള്ള മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടാനില്ലാത്ത. ചുമലയുണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ 2 സൈസിൽ മാത്രമേ ഉള്ളൂ. വെള്ളപ്പൂവിന് വേണ്ടി ഞാൻ പിന്നെ ഇവിടുന്ന് യൂട്യൂബ് നോക്കി അതിന്റെ അരി വരുത്തി നോക്കി, പക്ഷെ അത് കിളിച്ചില്ല. അപ്പൊ അന്നേരമാണ് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇത് കിളിക്കാൻ, നമ്മുടെ കാലാവസ്ഥയിൽ കിളിക്കാൻ പാടാണ്. അപ്പൊ തമിഴ്നാട്ടിലെ ആധുനിക സംവിധാനത്തിലാണ് ഇപ്പോൾ അവർ കിളിപ്പിക്കുന്നത്.
അത് നമ്മൾക്ക് മനസ്സിലാക്കി ഇനി നമ്മുടെ നാട്ടിൽ ഇത് കിളിപ്പിക്കണം എന്ന് നമുക്ക് തയ്യാറായിട്ട് പരിശ്രമിച്ചാൽ ചിലപ്പോൾ നന്നായേക്കും. പൂക്കളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ പൂക്കളാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്ര ഭംഗിയുള്ള പൂക്കളാണ്. കണ്ടില്ലേ, ഇത്രയും ഭംഗി. ഇതെല്ലാം നല്ലപോലെ വിരിഞ്ഞു തീർന്നതാണ്. 2 നാളിനകം ഈ പൂക്കൾ നമ്മൾ പറിച്ചു വിൽക്കുന്നതായിരിക്കും. 1 കിലോയ്ക്ക് ഏതാണ്ട് 30 പൂക്കൾ വേണ്ടി വരും, നല്ല പൂവാണെങ്കിൽ. ഇതിന് ജലസേചനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ നടുന്നത് നല്ല വേനൽ സമയത്തായിരിക്കും ഇത് നടുന്നത്. അന്നേരം നമ്മൾ ഭംഗിയായിട്ട് എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. നന നമ്മൾക്ക് കുറവായാൽ ഇതിന്റെ ആരോഗ്യം പൊതുവെ കുറഞ്ഞു പോകും. അപ്പം നമുക്ക് നന കുറയാൻ പാടില്ല. എല്ലാ ദിവസവും നമ്മൾ ഇതിനെ നനച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ, ഇത് ശരിയാകുള്ളൂ. നനയിൽ ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ല. നമ്മൾ നന കൃത്യമായിട്ട് നടന്നാൽ ഇതേപോലെ ഇതിപ്പോ തന്നെ എത്രയോ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു, എത്രയോ പൂക്കൾ വിരിയാനിരിക്കുന്നു, എത്രയോ മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പൂക്കൾ പറിക്കും തോറും ഈ മുട്ടുകളെല്ലാം വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കണ്ട. അപ്പൊ ഇതിൽ പൂ പറിക്കും തോറും ഇതിന്റെ ശിഖരങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് പൂക്കൾ വരണമെങ്കിൽ അതിന് തക്കതുപോലെ വളവും വെള്ളവും ചെന്നിരിക്കണം. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാൻ ഒരു 300 മൂട് തൈകളായിരുന്നു നട്ടത്. അത് നല്ല രീതിയിൽ അതിനെ പരിചരിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്കതിന് പിന്നെ 3-4 ജോലിക്കാരുടെയൊക്കെ കൂലിയും എൻ്റെ അധ്വാനവും കഴിഞ്ഞ് എനിക്കൊരു 3 മാസത്തേക്ക് എനിക്ക് 10,000 രൂപയുടെ അടുത്ത് എനിക്ക് ലാഭം ആയിട്ട് എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. കൂലികളെല്ലാം കൊടുത്ത് ഇതിൻ്റെ വളപ്രയോഗവും കഴിഞ്ഞിട്ട്. അതിൽ കൂടുതലൊന്നും നമുക്ക് ഈ പൂക്കൃഷിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. നമ്മൾ ഒരു കിലോ പൂവിന് ഇപ്പോൾ 200 രൂപയാണ് ഇപ്പോഴിവിടെ വിലയുള്ളത്. അതും ചില സമയത്ത് അത് അത്രയും കിട്ടാതെ വരും. എന്നാലും ശരി തന്നെ നമുക്ക് അത് ഒരു നഷ്ടമില്ലാത്ത 3 മാസം കൊണ്ട് 10,000-15,000 രൂപ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇതൊന്നുമല്ല. ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ കൃഷിയുടെ കൂട്ടത്തിലാണ് ഇത് നടത്തുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ചെലവില്ലത്. എൻ്റെ ഈ പൂക്കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ പഞ്ചായത്തിൽ 2-ാം വാർഡിൽ രശ്മി നിവാസിൽ സഹദേവൻ എന്ന് പറയുന്ന ആളാണ് ഈ കൃഷി ചെയ്യുന്നത്. എൻ്റെ കൃഷിയിടമാണിത്. എനിക്ക് ഈ കൃഷിയല്ല, എനിക്കിവിടെ പല പച്ചക്കറി കൃഷി, പിന്നെ ചീനി, കാച്ചില്, ചേമ്പ്, അതുപോലുള്ള വിവിധ കൃഷികൾ എന്നിലുണ്ട്. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളുണ്ട്. ഏറ്റവും കൂടിയ രക്തശാലി നെല്ല് വരെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എനിക്കങ്ങനെ നല്ല ഒരു കൃഷിക്കാരനാണ് ഞാൻ. ആ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ല, ഞാനിതിൻ്റെ ലാഭം മാത്രം നോക്കിയല്ല ഇത് കൃഷി ചെയ്യുന്നത്.